ഹലോ ഗൈസ്, ഇതൊരു കുഞ്ഞ് ട്രാവൽ വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, ഒരു 3 days ലീവ് കിട്ടി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ വന്നിട്ട് കാറൊന്ന് സർവീസ് ചെയ്യണം, ചെന്നൈ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ചേട്ടൻ പട്ടേന്ന് ബാഗ് പാക്ക് ചെയ്ത് റെഡി ചെയ്താൽ ഞങ്ങൾ ചെന്നൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ട് നിർത്തി. നമ്മൾ ചെന്നൈയിലെത്തിയിട്ട് നേരെ പോയത് ഗസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരാറ്. ഏട്ടൻ റൂമിൻ്റെ കീ ഒക്കെ വാങ്ങാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ പോയി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് റൂം വരുന്നത്. അപ്പോൾ ഞാനും ബിച്ചൂസും കൂടെ റൂമിലിരുന്നു. ഏട്ടൻ കാറ് സർവീസിന് കൊടുക്കാൻ പോയിട്ടോ. അപ്പോൾ റൂമിലിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഫ്ലൈറ്റൊക്കെ പോണ സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസ് വരുന്നത് ചെന്നൈ എയർപോർട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് വരും. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ പോയി നിന്നു കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട്. പക്ഷെ ഫ്ലൈറ്റൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഏട്ടൻ വന്നത്. അപ്പം ഞങ്ങളിതാ ലഞ്ചൊക്കെ കഴിക്കാൻ പോയി ലഞ്ചൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു സൂര്യയുടെ പടം ഇറങ്ങിയിട്ടുണ്ട്, അതിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് തിയേറ്റർ, നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നവിടെ എത്തിയപ്പോൾ പടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അതിൽ തിരക്കില്ലാത്തതുകൊണ്ട് പടം സൂപ്പറായിരുന്നു കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കാർ സർവീസിൻ്റെ അവിടെ നിന്ന് വിളിച്ചത്, ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറൊക്കെ എടുത്ത് വരുമ്പോൾ അത്യാവശ്യം സമയമായിട്ടോ. നോക്കുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്കും. അതൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എന്തെങ്കിലും ലൈറ്റായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ജിഗർദണ്ഡ ടേസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് കേട്ടോ സാധനം. ഇതെന്താ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയിട്ടാ. അപ്പോൾ ഒരു ഷേക്ക് പോലത്തെ സാധനം തന്നെ കേട്ടോ, കസ്കസും ബദാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതൊരു പാലട പായസത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിന്നു കേട്ടോ. അവനെ കളിപ്പിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ ആയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ സാധനമൊക്കെ വന്നു. അപ്പം അവനും കൊടുത്തു, ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങാൻ. അപ്പം അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം നാളത്തെ പരിപാടി കൂടി ഒന്ന് പ്ലാനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.